കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ മാധവ അച്യുതാനന്ദ ഗോവിന്ദ സച്ചിദാനന്ദ നാരായണ ഹരേ സച്ചിദാനന്ദ നാരായണ ഹരേ ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിന്മേൽ എപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ നരജന്മം സഫലമാക്കിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനു നാം വൃഥ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഋഷഭദേവൻ്റെ 100 പുത്രന്മാരിൽ ജ്യേഷ്ഠപുത്രനാണ് ഭരതൻ. അദ്ദേഹം രാജ്യം ഭരിച്ചത് കൊണ്ടാണ് ഈ അജനാഭം എന്ന പേരുള്ള ഈ വർഷം അജനാഭം നാമൈതത് വർഷം ഭാരതമിതി യഥ ആരഭ്യ വ്യവധിശന്തി. ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് ഭാരതം എന്ന പേര് വരാൻ കാരണം. അദ്ദേഹം നിറച്ചും ധർമ്മങ്ങൾ ചെയ്തു. സത്കർമ്മങ്ങൾ ചെയ്തപ്പോൾ ചിത്തശുദ്ധി ഉണ്ടായി. നമ്മുടെ മനസ്സ് ശുദ്ധമായി. എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമ്മൾ കണ്ണടച്ചാൽ ഭഗവാന്റെ ആ തിരുവുരുവം, ഭഗവാന്റെ ആ രൂപം കാണാൻ സാധിക്കണം. നമ്മളൊക്കെ കണ്ണടച്ചാൽ ഒരു ഇരുട്ടാണ് നമ്മൾ കാണുന്നു. അങ്ങനെ ഇരുട്ട് കാണാതെ ജ്യോതിസ്വരൂപനായ ഭഗവാനെ കാണാൻ സാധിച്ചാൽ മനസ്സ് ശുദ്ധമായി നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിജപുരുഷഹൃൽ ലിഖിതേന ആത്മനി പുരുഷരൂപേണ വിരോചമാനേ ഉച്ചൈസ്തരാം ഭക്തി അനുദിനമേധമാനരയാ അജായത്തെ. ഭഗവാന്റെ ദിവ്യരൂപം കാണാൻ സാധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാതായി. അപ്പോൾ ഭക്തൻ തൻ്റെ പുത്രന്മാരുടെ കയ്യിൽ രാജ്യം ഏൽപ്പിച്ച് അദ്ദേഹം നേപ്പാള ദേശത്തിൽ ഗണ്ഡകി നദീതീരത്തിൽ അഷ്ടാംഗയോഗം അഭ്യസിക്കുന്നു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം വരെ എത്തിക്കഴിഞ്ഞു. രാവിലെ 6 മണിക്ക് കണ്ണടച്ച് ധ്യാനിക്കാനിരുന്നാൽ വൈകുന്നേരം 6 മണിക്ക് കണ്ണ് തുറക്കുള്ളൂ. 12 മണിക്കൂർ ധ്യാനം അത്ഭുതമാണ്. നമുക്ക് 12 മിനിറ്റ് പോലും ധ്യാനിക്കാനായിട്ടില്ല. ഞാൻ തന്നെ ഒരു 12 മിനിറ്റ് ധ്യാനിക്കാൻ വിചാരിച്ച് വാച്ച് വച്ചിങ്ങനെ നോക്കിയിരുന്നു. കണ്ണടച്ച് 12 മിനിറ്റ് ആയോ നോക്കുമ്പോൾ 6 മിനിറ്റേ ആയിട്ടുള്ളൂ. ഒരു മര്യാദയ്ക്ക് 12 മിനിറ്റ് കണ്ണടച്ച് ധ്യാനിക്കാൻ നമുക്ക് ആയിട്ടില്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ധ്യാനശക്തി. പക്ഷേ എന്തായാലും എല്ലാവർക്കും പ്രാരബ്ധം ഉണ്ടാവും. സ്വാരബ്ധേന കർമ്മണ. ഓരോരാൾക്കും ഓരോരോ വിധത്തിൽ പ്രാരബ്ധം പിടികൂടും. ഇദ്ദേഹത്തിന് ഒരു മാൻകുട്ടി രൂപത്തിലാണ് പ്രാരബ്ധം വന്നു. ഇദ്ദേഹം ഗണ്ഡകി നദീതീരത്തിൽ സഹസ്രാവർത്തി ജപിക്കുമ്പോൾ ഒരു മാൻപേട, ഗർഭവതിയായ മാൻപേട വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഒരു സിംഹത്തിൻ്റെ അലർച്ച ഗർജനം കേട്ടു. ലോകഭയങ്കര ഉദപതത്. അത് കേട്ടപ്പോൾ അമ്മമാൻ ചാടാൻ പുറപ്പെട്ട പോലായി. എന്തായി? പ്രസവം ആയി. കുട്ടി ഇപ്പുറം വീണു. അക്കരയിൽ ചെന്ന് അമ്മമാൻ വീണു മരിച്ചു. പിന്നെ അദ്ദേഹത്തിന് തോന്നി, ഈ കുട്ടിയെ നോക്കാൻ ആളില്ലല്ലോ. മാമേവ മാതാ പിതരോ ഭ്രാതൃജ്ഞാതിൻ. ഞാൻ തന്നെ നോക്കണം വിചാരിച്ച്
അദ്ദേഹം ആ മാൻകുട്ടിയെ വളർത്താൻ തുടങ്ങി. കുറച്ച് പ്രായമായപ്പോൾ ആ മാൻകുട്ടി എന്ത് ചെയ്തു, ഒരു പെൺമാനെ കണ്ടപ്പോൾ അതിൻ്റെ ഒപ്പം ഓടാൻ തുടങ്ങി. നമ്മളും അങ്ങനെയാണ്, കുട്ടികളെ വളർത്തുന്നു, അവർ പിന്നെ ഒരാളുടെ പിന്നീട് ഓടാൻ തുടങ്ങും. പക്ഷേ ഇദ്ദേഹം ആ മാൻകുട്ടി പോയ ദുഃഖത്തിൽ കിടപ്പിലായി, വിരഹത്തിൽ മരിക്കാൻ അദ്ദേഹം റെഡിയായി. മരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് മാൻകുട്ടിയുടെ ഓർമ്മ വന്നപ്പോൾ മാൻകുട്ടി അടുത്തൊന്ന് നിൽക്കുന്നു. ആത്മജമിവ അണുശോചം, മഹണപ്പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മാൻകുട്ടിയെ നോക്കി അദ്ദേഹം മാൻകുട്ടിയെ ഓർത്ത് മരിച്ചതുകൊണ്ട് എന്തായി, മാൻകുട്ടിയായി ജനിച്ചു. അന്തേ യാ സ്മൃതി സാ ഗതി. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, യം യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കലേവരം തം തമേവേതി കൗന്തേയ സദാ തദ്ഭാവഭാവിതഃ. അവസാനത്തെ സ്മൃതി എന്താണോ അത് അടുത്ത ജന്മത്തിന് കാരണമാവും. അപ്പം നമുക്കൊരു സങ്കടമാവും, ഇപ്പോൾ നമ്മൾ നാമം ജപിക്കുന്നു, ഭാഗം വായിക്കുന്നുണ്ട്, അവസാനം എന്താ സ്മൃതി വരുമോ? അങ്ങനെ ഭക്തന്മാർ ദുഃഖിക്കേണ്ട. ഭക്തന്മാരുടെ അവസാന സമയത്ത് ഭഗവാൻ നേരിട്ട് വന്നോളാം. അഹം സ്മരാമി മദ്ഭക്തം. ഭഗവാൻ വരാഹപുരാണത്തിൽ പറയുന്നു, ആരോഗ്യമുള്ള സമയത്ത് എന്നെ ഭജിച്ചാൽ മതി. പിന്നെ ആരോഗ്യമില്ലാതെ പിന്നെ കിടപ്പിലാവുമ്പോൾ ആ ഭക്തനെ ഓർത്ത് ഞാൻ വന്ന് ദർശനം കൊടുത്ത് കൊണ്ടുപോയിക്കൊള്ളാം. ജലം ഭിത്വാ യഥാപത്മം നരകാദുദ്ധരാമ്യഹം. കൃഷ്ണ കൃഷ്ണേതി കൃഷ്ണേതി യോമാം സ്മരതി നിത്യഃ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണാണ് എൻ്റെ നാമം ജപിച്ചാൽ മതി. അവൻ്റെ അന്ത്യസമയത്തിൽ ഞാൻ എങ്ങനെ ചളിക്കുണ്ടിൽ നിന്നും താമരയെ ഒരു ഗജവീരൻ പറിച്ചെടുക്കുമ്പോൾ അതുപോലെ ഈ സംസാര ചളിക്കുണ്ടിൽ നിന്നും ഈ ജീവനാകുന്ന താമരയെ ഞാൻ പറിച്ച് കയ്യിൽ വെച്ചോളാം. ഭഗവാൻ താമര വച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ ഓരോരാളും താമരയാണ്, ഓരോ ജീവനും നമ്മളൊക്കെ സംസാര ചളിക്കുണ്ടിൽ കിടക്കുന്നു. പക്ഷേ താമരയായിട്ട് നേരിട്ട് പോകാൻ പറ്റില്ലേ ഭഗവാന്റെ അടുത്ത്. അപ്പോൾ പറിക്കാൻ ഒരാൾ വരും. അത് പറിക്കുന്ന ആളാണ് ഗുരുനാഥൻ, അല്ലെങ്കിൽ സത്സംഗം. ഒരാൾ പറിച്ച് പിന്നെ തിരുമേനി കയ്യിൽ കൊടുക്കും, തിരുമേനി ഭഗവാന്റെ പാദത്തിൽ വയ്ക്കുന്നു. എന്താ അർത്ഥം? ഒരു സത്സംഗം മൂലം ഒരു ഗുരുനാഥനെ കണ്ടുമുട്ടിയാൽ ആ ജീവനാകുന്ന ഓരോരോ താമരയും ഭഗവാന്റെ പാദത്തിലെത്തും. പക്ഷേ നല്ല ആൾക്കാരുടെ കയ്യിൽ കിട്ടിയാൽ ഭഗവാന്റെ പാദത്തിലെത്തും. പിന്നെ ഇല്ലെങ്കിൽ എന്താവും? ഒരു വേശിദാസൻ്റെ കയ്യിൽ കിട്ടിയാൽ പൂവ് വേശിയുടെ തലയിൽ കൊണ്ടുവയ്ക്കും. അപ്പോൾ നല്ല ആളുടെ കയ്യിൽ എത്തിച്ചേരണം. ചില ആളുകൾ വീട്ടിൽ പാത്രം വെച്ച് അതിൻ്റെ ഉള്ളിൽ താമര ഇടും. ആ താമര വിചാരിക്കും വീടിൻ്റെ അടുത്ത് വരെ വന്നിട്ട് അവിടെ പാത്രത്തിൽ നിന്ന് പോയല്ലോ, ഭഗവാന്റെ പാദത്തിൽ പോയിട്ടില്ലല്ലോ. ചില വീട്ടിൽ അങ്ങനെ കാണാറുണ്ട്. ഒരു വീട്ടിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് പൂവൊക്കെ ഇടും. അത് കുഴപ്പമില്ല, കുറച്ച് പൂ അതിലിട്ടോളൂ, 2 പൂവെങ്കിലും ഭഗവാന്റെ പാദത്തിൽ വെച്ചോളൂ. കാരണം ഓരോരോ പൂക്കളും ഭഗവാന്റെ പാദത്തിൽ എത്താൻ വേണ്ടിയാണ് തപസ് ചെയ്ത് വന്നിരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി, ആ ഓരോ ജീവനെയും ഞാൻ സ്വീകരിച്ചോളാം താമരയെപ്പോലെ എന്ന് ഭഗവാൻ പറയുന്നു. ഇദ്ദേഹം മാൻകുട്ടിയായി ജനിച്ചാലും എപ്പോഴും സത്സംഗത്തിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ ഭക്തിമാനാണ്. ഭക്തിമാൻ പറഞ്ഞാൽ ശരിക്കും ഈ മാനാണ് ഭക്തിമാൻ, ഭക്തി ചെയ്ത മാൻ. അങ്ങനെ സത്സംഗത്തിലായിരുന്നു. പിന്നെ അവസാനം ഈ മാൻ തൻ്റെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഗണ്ഡകി നദീതീരത്തിൽ നാരായണായ ഹരയേ നമ ഇത്യുദാരം ഹാസ്യൻ മൃഗത്വമപി യസ് സമുദാജഹാര. നാരായണായ ഹരയേ നമഃ എന്ന് മനസ്സുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ആ ശരീരം പുഴയിൽ ഒഴുക്കി അടുത്ത ജന്മത്തിൽ അങ്കിരസഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ്റെ പുത്രനായി ജനിച്ചു. ഈ ജന്മത്തിലാണ് അദ്ദേഹത്തിന് ജഡഭരതൻ നമ്മൾ പേര് പറയുന്നു. പൂർവ്വജന്മത്തിൽ ഭരതൻ പേര്, ഈ ജന്മത്തിൽ ജഡന പോലെ കിടക്കുന്നു. അതുകൊണ്ടാണ് ജഡഭരതൻ നമ്മൾ പറയുന്നു. ഇദ്ദേഹമൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലേ, പിന്നെ ഉറങ്ങാറുമില്ലേ, എപ്പോഴും ഇങ്ങനെ ധ്യാനത്തിലിരിക്കുന്നു. പക്ഷേ അച്ഛനമ്മമാർക്ക് അത് മനസ്സിലായിട്ടില്ലേ, ഏതോ ദോഷം പെട്ടതാണ് ഈ കുട്ടി എന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ അച്ഛനമ്മമാർ മരിച്ച ശേഷം സഹോദരന്മാർ നോക്കിയിരിക്കുന്നു. അവർക്ക് കൃഷിസ്ഥലമുണ്ട്, അത് നോക്കാൻ ഇദ്ദേഹത്തിന് ഏർപ്പാട് ചെയ്തു. ഇദ്ദേഹം കൃഷിസ്ഥലത്തിലിരുന്ന് കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുമ്പോഴാണ് അടുത്തുള്ള കാട്ടിൽ നരബലി കൊടുക്കാൻ വേണ്ടി ഒരാളെ പിടിച്ച് വെച്ചിരുന്നു. അയാൾ എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടു. അപ്പം നരബലിക്ക് ആൾ കിട്ടാതായപ്പോൾ അവർ അന്വേഷിച്ച് വരുമ്പോൾ ജഡഭരതനെ കണ്ടു. നരബലിക്ക് നിങ്ങളെ കൊണ്ടുപോയിക്കോട്ടെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയിട്ടില്ലേ.
പിന്നെ അദ്ദേഹത്തിനെ വിളിച്ചു കൊണ്ടുപോയി. മൗനം സർവാർത്ഥ സാധകം, മൗനമായിരുന്നാൽ സമ്മതം എന്നാണ് അർത്ഥം. അങ്ങനെ അദ്ദേഹത്തിനെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ബലിപീഠത്തിൽ തല ചരിച്ചു വെച്ചു. പിന്നെ പാട്ടൊക്കെ പാടി വെളിച്ചപ്പാട് വാളും എടുത്ത് ഇങ്ങനെ അവരുടെ പാട്ടൊക്കെ പാടി ആയി മഹമായി ആയിരം കണ്ണുടയാൽ ബമ്പം ബം ആ ഉടുക്ക് വാദ്യമൊക്കെ കൊട്ടിയൊക്കെ അവർ ആ വാളും എടുത്ത് ഇദ്ദേഹത്തിനെ വെട്ടാൻ വരുമ്പോഴും ഇദ്ദേഹത്തിന് ഒരു കൂശലില്ലേ. ഈ ശരീരമാകുന്ന പ്രാരബ്ധം ഭഗവതിനിടയിൽ പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച അദ്ദേഹം തല താഴ്ത്തിയിരിക്കുന്നു. ഈ ബ്രഹ്മജ്ഞാനിക്ക് ചെയ്യുന്ന അപരാധം കണ്ടപ്പോൾ കാളിദേവിക്ക് അവിടെ ഇരിക്കാൻ പറ്റാതായി. ദന്തഹ്യമാനേനവപുഷ സഹസോച്ചാട്ട സൈവദേവി ഭദ്രകാളി, കാളിയുടെ ശരീരം തന്നെ ദഹിക്കാൻ തുടങ്ങി. ഉടനെ കാളി പ്രത്യക്ഷമായി അവിടെ വന്നു. ആ വെളിച്ചപ്പാടിൻ്റെ കയ്യിൽ നിന്നും തട്ടി പറിച്ച് വാള് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ശിരസും കൊയ്തെടുത്തു. ജഡഭരതനെ രക്ഷിച്ചു. ഇവിടെ ജഡഭരതൻ കാളിക്ക് ഒരു താങ്ക്സ് പോലും പറഞ്ഞിട്ടില്ല. ഭാഗവത്തിൽ എത്ര സ്തുതിയുണ്ട്. ഇവിടെ ഭരതകൃത ഭദ്രകാളി സ്തുതി, കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതി. ഇവിടെ ഒരു സ്തോത്രം ഒന്നും പറഞ്ഞിട്ടില്ലേ. എന്താ കാരണം? ഇദ്ദേഹത്തിന് സ്തോത്രം ചെയ്യേണ്ട ആവശ്യം ഇല്ലാതായിരുന്നു. കാരണം സ്തോത്രം ചെയ്യണമെങ്കിൽ മിനിമം 3 വേണ്ടേ. സ്തുതി വേണം, സ്തുതിക്കപ്പെടുന്ന ആൾ വേണം, സ്തുതിക്കുന്ന ഒരാൾ വേണം. സ്തുതിക്കുന്ന ആളും സ്തുതിയും സ്തുതിക്കപ്പെടുന്ന ആൾ വേണ്ടേ. ഇദ്ദേഹത്തിന് എല്ലാം ഒന്നായി കാണണം. സകലം അഹമിതഞ്ച വാസുദേവ, ആ ഭദ്രകാളി ദേവിയും ഈ ബലിപീഠവും യാണും എല്ലാം പരമാത്മസ്വരൂപം, എല്ലാം പരബ്രഹ്മം. അങ്ങനെ അദ്ദേഹം നോക്കുന്നത് കൊണ്ട് കാളിദേവി വീണ്ടും വിഗ്രഹത്തിൽ അപ്രത്യക്ഷമായി. അദ്ദേഹം പുറപ്പെട്ട് ചെല്ലുമ്പോൾ രഘൂഗണൻ പേരുള്ള ഒരു രാജാവ് കപില ഭഗവാന്റെ അടുത്ത് ഉപദേശം മേടിക്കാൻ പോകുമ്പോഴാണ് ഇദ്ദേഹത്തിനെ കണ്ടു. ആ രാജാവിൻ്റെ പല്ലക്ക് ചുമക്കാൻ ഇദ്ദേഹത്തിന് ഏർപ്പാട് ചെയ്തു. ഇദ്ദേഹം പല്ലക്ക് ചുമന്ന് നടക്കുമ്പോൾ നല്ല സ്പീഡിൽ നടക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒപ്പം അവർക്ക് നടക്കാൻ പറ്റാതായി, ഒപ്പം നടക്കുന്നവർക്ക്. പിന്നെ ഇദ്ദേഹം ഒരേ റൂട്ടിൽ പോകാറില്ല. ഇടയ്ക്ക് ഇറുമ്പൊക്കെ കണ്ടാൽ ചാടി പോകും. അപ്പോൾ എന്താ, പല്ലക്ക് കുലുങ്ങി രാജാവിൻ്റെ ശിരസിൽ ഇടികിട്ടി. രാജാവ് പറഞ്ഞു മര്യാദയ്ക്ക് കൊണ്ടുപോകണം പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ മര്യാദയ്ക്ക് കൊണ്ടുപോകുന്നു, പുതിയ ആളാണ് ഇടയ്ക്കിടയ്ക്ക് ചാടുന്നു. അപ്പോൾ രാജാവ് നോക്കി, എന്തോ ആരോഗ്യക്കുറവുള്ള ആളാണോ നോക്കുമ്പോഴാണ് പീവായുവ സംഹരണ, നല്ല ആരോഗ്യമുള്ള ആളായി മനസ്സിലായി. പിന്നെ പരിഹാസം ചെയ്തു. പിന്നെ പറഞ്ഞു മര്യാദയ്ക്ക് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ തല കൊയ്തെടുക്കും. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. ഇപ്പോൾ എൻ്റെ തല കൊയ്തെടുക്കാൻ നാളെ ആൾക്കാർ വന്നിരുന്നു, അവരുടെ തലമൊക്കെ പോയി. ഇപ്പോൾ ഈ രാജാവും പറയുന്നുണ്ടല്ലോ. അപ്പോൾ രാജാവോട് പറഞ്ഞു എൻ്റെ തല കൊയ്തെടുക്കാൻ പറ്റും, എനിക്കൊരു ബുദ്ധിമുട്ടില്ലേ. കാരണം തല എൻ്റെ അല്ലേ. ഇപ്പോൾ എൻ്റെ മുണ്ട് കീറിയാൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ലേ, അത് ഉപേക്ഷിക്കുമ്പോൾ വേറെ മുണ്ട് കൊണ്ടുപോകും. അതുപോലെ നമ്മുടെ സാധനം നഷ്ടപ്പെട്ടാൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലേ. അപ്പോൾ എൻ്റേത് പറയുമ്പോൾ ഞാൻ വേറെ എൻ്റെ വേറെ. ഇപ്പോൾ എൻ്റെ കൈ പറഞ്ഞാൽ കൈ വേറെ ഞാൻ വേറെ, എൻ്റെ കാല് പറഞ്ഞാൽ കാല് വേറെ ഞാൻ വേറെ. നമ്മൾ പറയാണ്ടല്ലോ എൻ്റെ കാല് വേദനിക്കുന്നു, കാലുക്കാണ് വേദന, നമുക്ക് വേദന ഇല്ലേ. പക്ഷേ നമ്മൾ എന്ത് തെറ്റിദ്ധരിക്കുന്നു, ഈ കാല് തന്നെ നമ്മളായിട്ട് വിചാരിച്ചിരിക്കുന്നു. നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തു പോയി. ഈ ശരീരത്തെ തന്നെ നമ്മളായിട്ട് കണക്കാക്കണം. ഈ തോല് കറുത്ത കളറായാൽ ഞാൻ കറുത്ത കളറായല്ലോ എന്ന് സങ്കടം, തോല് ചുമപ്പാൽ ഞാൻ നല്ല ചുമപ്പാണ്. നമ്മൾ കറുത്തിട്ടില്ലേ, ചുവന്നിട്ടില്ലേ. ഈ തോളാണ് കറുത്ത കളറായും ചുവന്ന കളറായും ഇരിക്കുന്നു. ശരീരം ചിലപ്പോൾ വണ്ണം വയ്ക്കുന്നു, ശരീരം മെലിഞ്ഞു പോകുന്നു. സ്ഥൗല്യം കാർസ്യം വ്യാധയ ആധയശ്ച ക്ഷുത്രിഭയം കളിരിച്ഛാ ജരാച. അതേപോലെ പശി, ദാഹം, ഇതൊക്കെ പ്രാണൻ്റെ ധർമ്മം. ഭയം, ഇതൊക്കെ മനസ്സിൻ്റെ ധർമ്മം. ഈ ശരീരധർമ്മത്തിനെയും പ്രാണധർമ്മത്തെയും മനസ്സിൻ്റെ ധർമ്മങ്ങളെയും നമ്മുടേതായിട്ട് നമ്മൾ വിചാരിച്ച് ദുഃഖിക്കുന്നു. നമുക്കൊരു ദുഃഖവും ഇല്ലേ. ഇവിടെ ഉദാഹരണം പറയുന്നു. രഘൂഗണൻ കൂടെ ചോദിക്കുന്നു, സ്ഥാല്യഗ്നിതാപാത് വയസ്സോ, പാത്രത്തിൽ അരിയിട്ട് കഴിഞ്ഞാൽ അരിയുടെ ഒപ്പം ഇടുന്ന പച്ചക്കറിയോ ഇല്ലെങ്കിൽ പരിപ്പോ അതൊക്കെ വെന്തു പോകും. അതുപോലെ ഈ ശരീരമാകുന്ന പാത്രത്തിലിരിക്കുന്ന ജീവാത്മാവിന് ദുഃഖം വരുള്ളോ എന്ന് ചോദിച്ചപ്പോഴാണ് ജഡഭരതൻ പറയുന്നു, ഇദ്ദേഹം പറഞ്ഞിട്ടില്ല. മഹാത്മാക്കൾ ഉദാഹരണം പറയുമ്പോൾ ഈ അരി ഇടുമ്പോൾ അറിയാതെ ഒരു കല്ല് ഇട്ട് പോയാൽ കല്ല് വേവാറില്ല. അത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ പള്ളിൻ്റെ ഇടയിൽ വരും. അതുപോലെ
ഈ ശരീരത്തിൽ ഉണ്ടെങ്കിലും ആത്മാ ഇതിൽ ബന്ധപ്പെടാതിരിക്കുന്നു. പക്ഷെ ശരീരത്തിന് ബന്ധമില്ലേ, ആത്മാവിന് ബന്ധമില്ലേ, ആത്മാവിന് ദുഃഖമില്ലേ, ശരീരത്തിന് ദുഃഖമില്ലേ. അപ്പോൾ എല്ലാവരും ദുഃഖം എങ്ങനെ അനുഭവിക്കുന്നു ചോദിച്ചാൽ ഈ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ഇടയിൽ മനസ്സിന് ഒരു സാധനമുണ്ട്. ഈ മനസ്സുകൊണ്ടാണ് എല്ലാവരും ദുഃഖിക്കുന്നു. ഏറ്റവും വലിയ ദുഃഖം അച്ഛനമ്മമാർക്ക് കുട്ടി മരിച്ചാൽ വലിയ ദുഃഖമായി തീരും. അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ അവസാനം ഉറങ്ങിപ്പോയാൽ ഒരു ദുഃഖമില്ല. പിന്നെ എന്നെ കുട്ടി പോയല്ലോ വീണ്ടും തുടങ്ങും. ഈ ഉറങ്ങുന്ന സമയത്ത് എവിടെ പോയി ദുഃഖം? ഉറക്കം വരാൻ ബുദ്ധിമുട്ടും. ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ദുഃഖമില്ല. എന്താ കാരണം? ഉറങ്ങുമ്പോൾ മനസ്സില്ലേ. ഉണരുമ്പോൾ മാത്രമേ, മനസ്സ് ഉണരുമ്പോഴാണ് നമുക്ക് ദുഃഖം. പിന്നെ മനസ്സ് വേറെ ദിക്കിൽ ചെന്നാലും ദുഃഖം ഉണ്ടാവില്ല. സീരിയൽ ചില സ്ത്രീകൾ സീരിയൽ നോക്കിയിരിക്കുമ്പോൾ ഒരു ദുഃഖവും ഉണ്ടാവില്ല. സീരിയൽ കഴിഞ്ഞാൽ നടുവേദന വന്നല്ലോ, മുട്ടുവേദന പറയും. ഈ സീരിയൽ നോക്കുന്ന സമയത്തും നടുവേദന എല്ലാ വേദനയും ഉണ്ടായിരുന്നു. എന്താ ഈ മനസ്സ് സീരിയലായപ്പോൾ ഈ വേദന അറിഞ്ഞിട്ടില്ല. സീരിയൽ കഴിച്ചാൽ വീണ്ടും ഇങ്ങോട്ട് വരുമ്പോൾ വേദന തുടങ്ങി. ഈ മനസ്സുകൊണ്ടാണ് എല്ലാവരും ദുഃഖം അനുഭവിക്കുന്നത്. ഈ മനസ്സ് എപ്പോഴും ഭഗവാന്റെ പാദത്തിലായാൽ ദുഃഖമില്ല. പറയാൻ എളുപ്പമാണ്, അങ്ങനെ മനസ്സ് നിയന്ത്രിക്കാൻ എളുപ്പമൊന്നുമില്ല. മനസ്സ് നിയന്ത്രിക്കാൻ പുറപ്പെട്ടാൽ അപ്പോൾ തന്നെ കുതിര പോലെ ചാടും. അതിന് എളുപ്പ വഴി ഇങ്ങനെ ഇരുന്ന് ഭാഗവതം കേട്ടാൽ മതി. യത്രോത്തമ ശ്ലോക ഗുണാനുവാദ പ്രസ്തൂയത്തെ ഗ്രാമ്യ കഥാവിഘാത നിഷേവ്യമാനോനുദിനം മുമുക്ഷോ മതിം സതീം യച്ഛതി വാസുദേവേ. ഇങ്ങനെ ഉണ്ട്. കാരണം മനസ്സ് ഒരു കുരങ്ങണ പോലെയാണ്, ചാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ കുരങ്ങനക്ക് ഒരു സാധനമായിട്ട് പിടിക്കാൻ ഒരു കൊമ്പ് പോലെ ഈ ഭഗവാന്റെ കഥയും ഭഗവാന്റെ രൂപവും കൊടുത്താൽ അത് പിടിച്ച് ഇങ്ങനെ പതുക്കെ ഇരുന്നോളും. അങ്ങനെ ജഡഭരതൻ ഉപദേശിച്ചപ്പോൾ രഘുകരണം ജ്ഞാനിയായി മാറി. ജഡഭരതനും ഭഗവാന്റെ പാദത്തിൽ ലയിച്ചു. ഈ ജഡഭരതൻ്റെ ചരിത്രം കേൾക്കുന്നവർക്ക് എല്ലാവിധമായ നന്മകളും ഉണ്ടാവും പറഞ്ഞുകൊണ്ടാണ് ജഡഭരത ചരിത്രം സമർപ്പിക്കുന്നു. കാരണം മഹാത്മാക്കളെ ആശ്രയിച്ചാൽ, മഹാത്മാക്കളുടെ സമാധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ, ഗുരു രാഘവേന്ദ്ര സ്വാമികളുടെ സമാധി, സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികളുടെ സമാധി, അതേപോലെ ബോധേന്ദ്ര സ്വാമികൾ, ഇങ്ങനെ മഹാത്മാക്കളുടെ സമാധി സ്ഥലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും അത് സമാധിയിൽ നിന്ന് നമുക്ക് കിട്ടും. കാരണം മഹാത്മാക്കൾ ഭഗവാന്റെ പാദത്തിൽ ലയിക്കുമ്പോൾ അവരുടെ പുണ്യം മുഴുവൻ അവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അവിടെ അതുകൊണ്ടാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഈ മഹാത്മാക്കളുടെ സമാധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി. അവരുടെ പുണ്യം കൊണ്ട് നമുക്ക് അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജഡഭരത ചരിത്രം സമർപ്പിക്കുന്നു. അതിനുശേഷം ഭൂഗോള ഖഗോളങ്ങൾ വർണ്ണിച്ചു. പിന്നെ നരകത്തെക്കുറിച്ച് വർണ്ണിച്ചപ്പോഴാണ് ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് വഴി ചോദിക്കുമ്പോൾ, നരകത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കണം. തെറ്റ് ചെയ്തു പോയാൽ, പാപം ചെയ്തു പോയാൽ പ്രായശ്ചിത്തം ചെയ്യണം. ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കണം. അതുപോലെ നമ്മൾ ചെയ്ത പാപത്തിന് ദണ്ഡന ശിക്ഷ കിട്ടും. അതിന് വഴി പ്രായശ്ചിത്തമാണ്. ഇപ്പോൾ അറിയാതെ നോ എൻട്രിയിൽ നമ്മൾ പോയാൽ എന്ത് ചെയ്യണം? പോലീസുകാരുടെ കയ്യിൽ 100 രൂപ കൊടുക്കണം. പോലീസുകാരുടെ കയ്യിൽ 100 രൂപ കൊടുക്കുന്നത് എന്തിനാ? വീണ്ടും നോ എൻട്രിയിൽ പോകാൻ പാടില്ല, അതിന് വേണ്ടിയാണ്. ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു? പ്രായശ്ചിത്തം ഉണ്ടല്ലോ എന്ന് ഓരോരോ നോ എൻട്രിയിൽ വണ്ടി വിട്ട് എന്താ പിടിച്ചോളൂ 100 രൂപ, അങ്ങനെ പോകാൻ വേണ്ടിയില്ല. പ്രായശ്ചിത്തം പറയുന്നത് വീണ്ടും തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ എല്ലാവർക്കും എന്താ ധൈര്യമായി പ്രായശ്ചിത്തം ഉണ്ടല്ലോ അങ്ങോട്ട് വിചാരിച്ച് കൂടുതൽ പാപം ചെയ്യുന്നു. അപ്പോൾ പാപം മാത്രം മാറിയിട്ട് കാര്യമില്ല, പാപം ചെയ്യുന്ന ബുദ്ധിയും കൂടി മാറണം. അതിന് എന്താ വഴി? അത് ഒറ്റ വഴിയേ ഉള്ളൂ, ഭഗവാന്റെ നാമകീർത്തനം എന്നാണ് ഭട്ടത്തിരി പറയുന്നു. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാവ്രതാദയഃ പുനന്തി പാപം ന ലുണന്തി വാസനാം അനന്തസേവാതു നികൃന്തതി ദ്വയീ ഇതി പ്രഭോ ത്വത്പുരുഷാ ബഭാഷിരേ. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാവ്രതാദയഃ. ഈ വേദത്തിൽ പറഞ്ഞ വ്രതങ്ങൾ പ്രായശ്ചിത്തങ്ങളൊക്കെ പാപങ്ങൾ മാറ്റിത്തരും. പാപം ചെയ്യുന്ന വാസന മാറില്ല. വെറുതെ പാപത്തിനെ മാറ്റുന്നത് എങ്ങനെയാണ് ഇവിടെ ഉദാഹരണം കൂടി പറയുന്നു. എന്താണ്? മന്യേ കുഞ്ചര ശൗചവത്, ആണയെ കുളിപ്പിക്കുന്നത് പോലെയാണ്. ആണപ്പാപ്പന്മാർ ആണയെ കുളിപ്പിച്ചിട്ട്
അവർ കുളിക്കാൻ പോകുമ്പോൾ ആണ് എന്ത് ചെയ്യും, കുളി കഴിഞ്ഞല്ലേ നീ പൗഡർ അടിക്കാൻ വിചാരിച്ച് മണ്ണെടുത്ത് സ്വന്തം ശിരസിലിടും. അതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന പ്രായശ്ചിത്തമൊക്കെ. ഇപ്പോൾ പാപം മാത്രം മാറിയിട്ട് കാര്യമില്ല, പാപം ചെയ്യുന്ന ബുദ്ധിയും കൂടി മാറണം. അതിന് പാപവാസന മാറണമെങ്കിൽ നാമത്തിൻ്റെ വാസന കയറ്റണം. ഒരു കായപ്പൊടി ഡപ്പയിൽ നിന്നും കായപ്പൊടി മാറ്റി കഴിഞ്ഞാൽ കായത്തിൻ്റെ മണം അതിലുണ്ടാവും. കായത്തിൻ്റെ മണം മാറണമെങ്കിൽ എന്ത് ചെയ്യണം, കർപ്പൂരം ഇടണം ആ ഡപ്പയിൽ. കർപ്പൂരം ഇട്ടാൽ പെട്ടെന്ന് മാറില്ല, ഇടയ്ക്ക് കർപ്പൂരത്തിൻ്റെ മണം വരും, കായത്തിൻ്റെ മണം മാറി മാറി ഉണ്ടാവും. പക്ഷേ നമ്മൾ നിർത്താൻ പാടില്ല, ഇടയ്ക്കിടയ്ക്ക് കഴുകി കർപ്പൂരം ഇടണം. കുറേ കാലം ഇങ്ങനെ കർപ്പൂരം ഇട്ട് കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ ഈ കായപ്പൊടിയുടെ മണം മാറി പിന്നെ കർപ്പൂരത്തിൻ്റെ സുഗന്ധമായി തീരും. അതുപോലെ നമ്മൾ നാമം ജപിക്കാൻ തുടങ്ങിയാലും നമ്മളുടെ ദുസ്വഭാവം മാറില്ലേ, ഇടയ്ക്കിടയ്ക്ക് അതിന് ഇടയ്ക്ക് കയറി വരും. അതുകൊണ്ട് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, വീണ്ടും നാമത്തിൻ്റെ ഉറുകേറ്റണം. അജാമിലനക്ക് മോക്ഷം കിട്ടാൻ, അജാമിലൻ്റെ പാപം മാറാൻ നാരായണൻ അന്ത്യസമയത്തിൽ ജപിച്ചപ്പോൾ പാപം മാറി. പക്ഷേ പാപവാസന മാറേണ്ടേ? അതിനു വേണ്ടിയാണ് അജാമിലൻ ഹരിദ്വാര ക്ഷേത്രത്തിൽ ചെന്ന് 12 കൊല്ലം നാമം ജപിച്ചു. 88 വയസ്സിലാണ് അജാമിലനെ പിടിക്കാൻ യമദൂതന്മാർ വന്നു. 88 സമാഹ. പിന്നെ ഒരാൾക്ക് 100 വയസ്സ് കണക്കുണ്ടല്ലോ. അപ്പോൾ ഭഗവാൻ ഒരു 12 കൊല്ലം എക്സ്റ്റൻഷൻ കൊടുത്തു ഈ പാപവാസന മാറാൻ വേണ്ടി. അതുകൊണ്ട് ഹരിദ്വാര ക്ഷേത്രത്തിൽ ചെന്ന് നാരായണ 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 അങ്ങനെ വിടാതെ നാമം ജപിച്ചു. അപ്പോൾ അവൻ്റെ പാപവാസന മാറിയപ്പോൾ ഭഗവാൻ കൊണ്ടുപോയി എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നു. ഇത് ആദ്യം സുഖാചാര്യൻ നാമം ജപിച്ച മദീന് പറഞ്ഞിട്ടില്ലേ, ഭട്ടത്തിരി പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞത്. സുഖാചാര്യൻ ആദ്യം പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് പറയുന്നത്. ഗുരുണാഞ്ച ലഘൂണാഞ്ച ഗുരുണിച്ച് ലഘൂണിച്ച്, അവരുടെ പാപം അനുസരിച്ച് പ്രായശ്ചിത്തം പറഞ്ഞിട്ടുണ്ട്. ദേഹ വാഗ്ബുദ്ധിജം ധീരാഹ ഇവിടെ പറയുന്നു. തപസാ ബ്രഹ്മചര്യേന ശമേന ച ദമേന ച. തപസ്, ബ്രഹ്മചര്യം, പിന്നെ ത്യാഗം പറഞ്ഞാൽ ഇവിടെ ദാനധർമാദികൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ പാപമൊക്കെ കുറയും. അതിവിടെ പറയുന്നു വേണുഗുൽമമിവാണലഹ, അത് മുളക്കുച്ചിയെ ദഹിപ്പിക്കുന്നത് പോലെയാണെന്ന്. ആ മുളക്കുച്ചി ഉണ്ടായ സ്ഥലത്തിൽ ദഹിപ്പിച്ച് കഴിഞ്ഞാൽ അത് മുളക്കുച്ചിയൊക്കെ ഭസ്മമാവും. അത് ഭസ്മമായി വിചാരിച്ച് നമ്മൾക്ക് ഇരിക്കാൻ പറ്റില്ലേ, വീണ്ടും മഴ പെയ്താൽ വീണ്ടും ഉണ്ടായി വരും. അതുപോലെയാണ് പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ പാപം മാറും, ഉള്ളിൽ അതിൻ്റെ വേരും ഉണ്ടാവും. ആ വേരും കൂടി മാറണമെങ്കിൽ അതിനെ വേറെ ഉദാഹരണം ഇവിടെ പറയുന്നു. കേചിത് കേവലയാ ഭക്ത്യാ വാസുദേവ പരായണാഃ അഘം ധുൻവന്തി കാർഷ്ണ്യേന നീകാരമിവ ഭാസ്കരഃ. എങ്ങനെ സൂര്യൻ വന്നാൽ ഇരുട്ട് മാറുന്നുവോ അതുപോലെ, അല്ലെങ്കിൽ മഞ്ഞ് മാറുന്നുവോ അതുപോലെയാണ് ഭഗവാന്റെ നാമം ജപിച്ചാൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മുടെ പാപം ഒക്കെ മാറും, നിശേഷം മാറും എന്ന് പറഞ്ഞ് ഇതിന് ഉദാഹരണ കഥ കൂടി പറയുന്നു. കാന്യകുബ്ജം എന്ന ദേശത്തിൽ അജാമിനൻ പേരുള്ള ബ്രാഹ്മണൻ നല്ലവനായിരുന്നു. പക്ഷേ എല്ലാവർക്കും സംഘമാണ്. നല്ല സംഘത്തിലുണ്ടെങ്കിൽ നല്ല ബുദ്ധി ഉണ്ടാവും, ദുഷ്ടസംഘത്തിൽ ചേർന്നാൽ ദുഷ്ടബുദ്ധി ഉണ്ടാവും. കാട്ടിൽ ചമിത, ദർഭം, പൂക്കളൊക്കെ പറിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് മഴ വന്നു. അവർ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അത് വേശ്യയുടെ വീടായിരുന്നു. വേശ്യയെ കണ്ടപ്പോൾ അജാമിലൻ്റെ മനസ്സ് മാറി. പിന്നെ വേശ്യയോട് ജീവിതം തുടങ്ങി. സ്വന്തം അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചു, ഭാര്യയെയും ഉപേക്ഷിച്ചു. ഈ അജാമിലനക്കും വേശ്യയ്ക്കും 10 കുട്ടികളുണ്ടായി. ദശമീഭവൻ പുനഃ. പക്ഷേ ഓരോരോ കുട്ടിക്കും എന്തോ പേരിട്ടു. ടിങ്കു, പിങ്കു, ചിൻറ്റു, പിൻറ്റു. ഇപ്പോഴൊക്കെ കുട്ടികളുടെ പേരാണ്, പട്ടിയുടെ പേരാണെന്ന് ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ലേ. ഇത് സ്റ്റൈലായിട്ട് പേര് വയ്ക്കുന്നുണ്ട്, ടിങ്കു, പിങ്കു. ചെറുപ്പത്തിൽ വിളിച്ചാൽ ഉണ്ടാവും ടിങ്കു, പിങ്കു. പ്രായമായ ശേഷം ടിങ്കു മുത്തശ്ശനും പിങ്കു മുത്തശ്ശിവരെന്ന് പറഞ്ഞാൽ നന്നാവുമോ? അത് മീനാക്ഷി, ഗോമതി ഇങ്ങനെ പറഞ്ഞാൽ പറയാനെങ്കിലും നന്നാവും. ഇവിടെ എന്തായി, ഇങ്ങനെ ഓരോരോ കുട്ടിക്ക് എന്തോ പേരിട്ടു. ഇപ്പോൾ പുതിയ പരിഷ്കാരം വന്നിട്ടുണ്ട്. എന്താ, അച്ഛൻ്റെ പേരിൽ ഒരു എഴുത്ത്, അമ്മയുടെ പേരിൽ ഒരു എഴുത്ത്, രണ്ടും കൂട്ടി ചേർത്ത് കുട്ടിക്ക് പേരിടും. അച്ഛൻ്റെ പേര് കൃഷ്ണസ്വാമി,
അമ്മയുടെ പേര് മീനാക്ഷി, രണ്ടും കൂട്ടി ചേർത്ത് കൃമി, ഇങ്ങനെയൊക്കെ പേരിടണം. പേരിൻ്റെ അർത്ഥം ഒന്ന് നോക്കണ്ടേ? അടുത്ത പേര് പറഞ്ഞാൽ ഇത് ഭേദമാവും. അച്ഛൻ്റെ പേര് പ്രേംകുമാർ, അമ്മയുടെ പേര് തങ്കം, അതുകൊണ്ട് പ്രേതം എന്നൊക്കെ പേരിടും. അങ്ങനെയൊക്കെ കുട്ടികൾക്ക് പേരിടാൻ പാടില്ല, നല്ല പേരിടണം. യശോദയെപ്പോലെ കൃഷ്ണൻ, രാമനെപ്പോലെ കൗസല്യയെപ്പോലെ രാമന് പേരിട്ട് രാമ കൃഷ്ണ വിളിച്ചാൽ പിന്നെ യശോദയ്ക്കും കൗസല്യയ്ക്കും കിട്ടിയ ഭാഗ്യം നമുക്കും കിട്ടും. ഈ അജാമിലൻ്റെ വയസ്സ് 85 ആയി. ആ വേശിക്ക് എന്തായാലും 75-80 ആയിട്ടുണ്ടാവും. ആ സമയത്താണ് ആ നാട്ടിൽ ഒരു മഹാത്മാ വന്നു. സായങ്കാല സമയത്ത് സായങ്കാലേ വിഷ്ണുഭക്ത സാലഗ്രാമശിലാം വഹന്ന്. അദ്ദേഹം ശാലഗ്രാമം പൂജിക്കുന്ന മഹാത്മാവാണ്. സന്താനകൃഷ്ണ ശാലഗ്രാമം എടുത്ത് വരുന്നു. അദ്ദേഹത്തിന് നിയമമുണ്ട്. എന്താണ് നിയമം? വേറെ ആൾ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും കഴിക്കാറില്ല, സ്വയം ഉണ്ടാക്കിയ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. സ്വയം പാക്കി. ഇപ്പോഴും തമിഴ്നാട്ടിൽ അങ്ങനെ ആൾക്കാരുണ്ട്, നരച്ച ആളുകളുണ്ട്. അവർ വേറെ ഒരാൾ ഞാൻ വളരെ ശുദ്ധമാണ്, ഞാൻ ഉണ്ടാക്കി തരട്ടെ ചോദിച്ചാൽ അവർ പറ്റില്ല. നിങ്ങളുടെ ശുദ്ധം വേറെ, നിങ്ങളുടെ ശുദ്ധം വേറെയാണ്. അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ കാരണം ഓരോരാളുടെ മനസ്സിൻ്റെ ചിന്താഗതി വേറെയാണ്, അവർ പൈസ ഉണ്ടാക്കിയ വിധം വേറെയാണ്. അപ്പോൾ എല്ലാ ദിക്കിലും അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല. ഇപ്പോൾ ഈ ഒരാഴ്ച മാത്രമേ ഞാൻ സ്വന്തമായിട്ട് ഇന്ന് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മിക്കവാറും ആൾ കൊണ്ടുപോകും. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതുകൂടി കുറച്ച് നല്ല ഭക്ഷണമാണ് തോന്നുന്നു. എന്തായാലും ഇന്നലെ അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരു നല്ല ആളുകളുടെ കയ്യിൽ കഴിച്ചാൽ കുഴപ്പമില്ലേ. നല്ല ആൾ ചീത്തയാളുടെ നോക്കിയിട്ട് കാര്യം പറയാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് ഭഗവാനക്ക് തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ചെയ്തു, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഗോതമ്പ് മാവും കൊടുത്താൽ മതി, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ വളരെ ശുദ്ധരാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ നിയമം അങ്ങനെയാണ്, ഞാൻ ഉണ്ടാക്കിയത് മാത്രമേ കഴിക്കുള്ളൂ, വേറെ ആൾ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കില്ല. അപ്പോൾ ആ നാട്ടുകാരൻ ചെയ്തു ഇദ്ദേഹത്തിനെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളെപ്പോലെ വളരെ ശുദ്ധനായിട്ട് ഒരാളുണ്ട് അവിടെ കാട്ടിൻ്റെ ഉള്ളിൽ, അജാമില ശാസ്ത്രികൾ എന്നൊരാളുണ്ട്, അവിടെ പോയിക്കോളൂ പറഞ്ഞു. ഇദ്ദേഹം സത്യം വിചാരിച്ച് അജാമില ശാസ്ത്രികളേന് വീടിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അജാമിലൻ മദ്യം കഴിച്ചിങ്ങനെ കിടക്കുന്നു. അജാമിലൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ മനസ്സിലായി തെറ്റിദ്ധരിച്ച് വന്ന ആളാണെന്ന്. എന്ത് വേണം ചോദിച്ചു. ഇന്ന് രാത്രി തിണ്ണയിൽ താമസിച്ചോളാം, കുറച്ച് ഗോതമ്പ് മാവ് കൊടുത്താൽ മതി, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചോളാം. ആ ഭാര്യ വേണ്ട ശുശ്രൂഷ ചെയ്തു. പിന്നെ അജാമിലൻ എഴുന്നേറ്റ് ആരാണ് ഇവിടെ വാതിൽ. അപ്പോൾ പറഞ്ഞു ഒരു മഹാത്മാവ് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും നമസ്കരിച്ച് പ്രാർത്ഥിച്ചു, ഞങ്ങൾ നിറച്ചും പാപം ചെയ്തു പോയി, ഞങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ ഒരു വഴി പറഞ്ഞു തരണേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ ദിവസവും ഒരു 1008 നാരായണ ജപിച്ചോളൂ. 1008 എന്നെ കൊണ്ട് ജപിക്കാൻ വയ്യ, ഒന്ന് കുറയ്ക്കാമോ? എല്ലാ ദിവസവും 108 നാമം ജപിച്ചോളൂ. 108 നാരായണ ജപിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം ഒരു 12 നാമം ജപിക്കുമോ? അതും പറ്റില്ല, എനിക്ക് പകരം നിങ്ങൾ തന്നെ ജപിച്ചോളൂ, ദക്ഷിണ ഞാൻ കൊടുക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇയാളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമല്ലോ വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം സന്താന ഗോപാലമന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയ ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു കദളിപ്പഴം കൊണ്ടുവരാൻ പറഞ്ഞു. അത് സന്താന ഭഗവാനക്ക് നിവേദിച്ചു. അത് നിവേദിച്ച ശേഷം പ്രസാദം കൊടുത്തു രണ്ടുപേർക്കും. ഇത് കഴിച്ച ശേഷം നിങ്ങൾക്കൊരു പുണ്യം ഉണ്ടാവും. കാരണം ഇപ്പോൾ അവരുടെ പ്രായമൊക്കെ ആയി, 80-85 ആയി. അവർക്ക് വേശിക്ക് കുട്ടി സന്താനോത്പാദന ശേഷിയൊക്കെ പോയി. എന്നാലും ഈ മഹാത്മാവിൻ്റെ കാരുണ്യം അനുഗ്രഹം കൊണ്ട് ഈ 85 വയസ്സിന് ശേഷം ഈ 80 വയസ്സിൽ ഈ അജാമിലനും ആ വേശിക്കും ഒരു ഉണ്ണി ഉണ്ടായി. പക്ഷേ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഉണ്ണി ഉണ്ടാവും, പേര് നാരായണ ഇട്ടോളൂ, നാരായണ വിളിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തു പോയി. അതുപോലെ ഉണ്ണി ഉണ്ടായ ശേഷം നാരായണ 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 ഇവിടെ വരൂ, നാരായണ വെള്ളം കൊണ്ടുവരൂ, നാരായണ പാല് കുടിക്കൂ, നാരായണ സ്കൂളിലേക്ക് പോകൂ, നാരായണ ഹോംവർക്ക് ചെയ്യൂ, എപ്പോഴും നാരായണ നാരായണ അങ്ങനെ വിളിച്ച് ചില ആളുകൾ കുട്ടികൾക്ക് നാരായണ പേരിടും. പിന്നെ വിളിക്കുമ്പോൾ നാനാ നാനു ഇങ്ങനെയൊക്കെ വിളിക്കും. അങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ മുഴുവനും നാരായണ നാരായണ വിളിച്ച് അജാമിലൻ്റെ ഒരു നാരായണ ജപം ഒരു ഏരി. അജാമിലൻ്റെ അന്ത്യസമയത്തിൽ 88 വയസ്സായപ്പോൾ 3 യമദൂതന്മാർ അവിടെ വന്നു. യമദൂതന്മാരെ കണ്ട് പേടിച്ച അജാമിലൻ തൻ്റെ മകനെ വിളിച്ചു. ദൂരെ ക്രീഡനകാസക്തം പുത്രം നാരായണാഹ്വയം
പ്ലാവിതേന സ്വരേനോച്ചൈരാജുഗാവ ആകുലേന്ദ്രിയ. നാരായണ നാരായണ ഉറക്കെ വിളിച്ചു. ആ നാരായണൻ വന്നില്ലേ, അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ തൻ്റെ പാഠകന്മാരെ 4 പേരെ പറഞ്ഞു വിട്ടു. നാരായണ 4 എഴുത്തിന്, ഓരോ എഴുത്തിന് ഒരാൾ വീതം 4 വിഷ്ണുദൂതന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അജാമിലനെ രക്ഷിച്ചു. മാഭീഹി ഭയപ്പെടേണ്ട പറഞ്ഞു. ഉടനെ വിഷ്ണുദൂതന്മാർ ചോദിച്ചു, ഞങ്ങളെ തടയുന്ന നിങ്ങളാരാണ്? കേ യൂയം പ്രതിഷേധാര. അപ്പോൾ വിഷ്ണുദൂതന്മാർ ചോദിച്ചു, നിങ്ങളാരാണ്? ആദ്യം പറയും, ഞങ്ങളൊക്കെ ധർമ്മരാജൻ്റെ ദൂതന്മാരാണ്. ഈ അജാമിലൻ നിരച്ചും പാപം ചെയ്തിട്ടുണ്ട്, അതിനെ പ്രായശ്ചിത്തം ഒന്നും ചെയ്തിട്ടില്ലേ, അതിനുവേണ്ടി ഞങ്ങൾ ശിക്ഷിക്കാൻ പോകുന്നു. അപ്പോൾ പറഞ്ഞു, പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞല്ലോ. എപ്പോൾ ചെയ്തു? ഇപ്പോൾ വിളിച്ചല്ലേ നാരായണാണ്. ആ ഒറ്റ നാമം കൊണ്ട് അവൻ്റെ പാപമൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിങ്ങനെ ഒരു നാമം കൊണ്ട് എല്ലാ പാപവും നശിക്കും. അപ്പോൾ വിഷ്ണുദൂതന്മാർ പറയുന്നു, കുപ്പ എത്രയായാലും 10 ലാരി കുപ്പ നശിപ്പിക്കാൻ 10 ലാരി തീ ഇടേണ്ട ആവശ്യമില്ലേ. ഒരു തീ കുച്ചി അറിയാതെ വെച്ച് പോയാൽ മതി, എല്ലാം ഭസ്മമാവും. 10 കൊല്ലം പൂട്ടിയിട്ടിരിക്കുന്ന ഒരു മുറിയിൽ 10 കൊല്ലത്തിൻ്റെ ഇരുട്ടുമുണ്ട്. 10 കൊല്ലം ഇരുട്ട് മാറാൻ വേണ്ടി 10 കൊല്ലം വിളക്ക് കൊളുത്തേണ്ട ആവശ്യമില്ലേ, ഒരു വിളക്ക് കൊളുത്തിയാൽ മതി. അതുപോലെ ഒരു നാമം നാരായണ ജപിച്ചാൽ മതി. ആർത്ത വിഷിണ്ണ ശിഥിലാശ്ച ഭീത ഘോരേഷ വ്യാധിഷു വർത്തമാനാഃ സങ്കീർത്തിയ നാരായണ ശബ്ദമാത്രം വിമുക്ത ദുഃഖാ സുഖിനോ ഭവന്തി. നാരായണാണ് വിളിച്ചാൽ മതി, എല്ലാ പാപവും മാറിക്കഴിയും. ഇപ്പം നാരായണനെ ഓർത്തിട്ടില്ലല്ലോ അജാമിലൻ, മഹണനെ ഓർത്തല്ലേ വിളിച്ചു. അപ്പോൾ വിഷ്ണുദൂതന്മാർ പറഞ്ഞു, ഭഗവാനെ ഓർക്കേണ്ട ആവശ്യമില്ലേ. നതു വസ്തുശക്തി ബുദ്ധിശക്തിമപേക്ഷതേ. ആ വസ്തുവിൻ്റെ ശക്തി ഇയാൾ എന്ത് വിചാരിക്കണോ നോക്കാറില്ലേ. ഉദാഹരണം പറയാനുണ്ട്. ഒരാൾ ചെന്നിട്ട് കാട്ടിൽ പോയി മഹാദേവനെക്കുറിച്ച് തപസ് ചെയ്തു. മഹാദേവൻ എന്ത് വേണം ചോദിച്ചപ്പോൾ, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്, കുറച്ച് അമൃതം കിട്ടിയാൽ കൊള്ളാം. ഉടനെ മഹാദേവൻ ഒരു ഗ്ലാസ്സിൽ അമൃതം ഒഴിച്ചു കൊടുത്തു, ഇത് എടുത്ത് കൊണ്ടുപോയിക്കോളൂ, വീട്ടിൽ പോയി കഴിച്ചോളൂ, ഇടയ്ക്ക് താഴെ വയ്ക്കരുത്, അതിൻ്റെ പവർ കുറയും, നേരിട്ട് വീട്ടിൽ പോയി കഴിച്ചോളൂ. ഈ അമൃതം എടുത്ത് ഇയാൾ വരുന്ന സമയത്താണ് നാട്ടിൽ ഒരാൾക്ക് വയറുവേദന തുടങ്ങി. എത്ര മരുന്ന് കഴിച്ചിട്ടും മാറണില്ലേ. അവസാനം കാട്ടിൽ എവിടെയെങ്കിലും പൊട്ടക്കടയിൽ വീണ് ചാവാം തീരുമാനിച്ച് കാട്ടിൽ വരുന്ന സമയത്താണ് അമൃതം കൊണ്ടുവന്ന ആൾക്ക് അത്യാവശ്യം മൂത്രം ഒഴിക്കേണ്ടി വന്നു. താഴെ വയ്ക്കാൻ പറ്റില്ലല്ലോ വിചാരിക്കുമ്പോൾ മുമ്പിൽ ഒരാളെ കണ്ടു. ആ വയറുവേദന കാരണം വിളിച്ച് ഇവിടെ വരും, ഇതിൽ അമൃതം പറഞ്ഞാൽ അയാൾ കുടിക്കും വിചാരിച്ച് മാറ്റി പറഞ്ഞു, ഈ ഗ്ലാസ്സിൽ വിഷമാണ് വച്ചിരിക്കുന്നു, കുടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇയാൾ, ഞാൻ കാട്ടിൽ ചാവാൻ വേണ്ടി വന്ന ആളല്ലേ, ഒരാൾ വിഷം കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല, വിഷം കുടിച്ചു. അദ്ദേഹം വിഷം വിചാരിച്ച് കുടിച്ചു. പക്ഷേ എന്താ, ഈ വയറുവേദന മാറി. എന്താ കാരണം? വിഷം വിചാരിച്ചാലും വസ്തു അമൃതമായിരുന്നു. അതുകൊണ്ട് വയറുവേദന മാറിയതുപോലെയാണ് അജാമിലൻ നാരായണ തൻ്റെ മകൻ്റെ പേര് എന്നാണ് വിചാരിച്ച് വിളിച്ചു. പക്ഷേ ഇത് അമൃതനായ ഭഗവാന്റെ പേരായതുകൊണ്ട് എന്തായി, അവൻ്റെ യമപാശം കളഞ്ഞു പോയി. അവൻ്റെ യമപാശം മുറിഞ്ഞു പോയി. യമദൂതന്മാർ നോക്കുന്നു, പാശം മുറിഞ്ഞ് കിടക്കുന്നു, ഇനി കൊണ്ടുപോകാൻ പറ്റില്ലേ. പിന്നെ അവർക്ക് മണബോധ്യായി യമദൂതന്മാർ പുറപ്പെട്ടു. പിന്നെ വിഷ്ണുദൂതന്മാരോട് ചോദിച്ചു, നിങ്ങളാരാണ്? അവരും ഒന്നും പറഞ്ഞിട്ടില്ലേ, ഒന്ന് ചിരിച്ചിട്ട് പുറപ്പെട്ടു. പിന്നെ അജാമിലൻ ആ നാരായണനാമം എന്നെ രക്ഷിച്ചല്ലേ വിചാരിച്ച് ഹരിദ്വാര ക്ഷേത്രത്തിൽ അഖണ്ഡമായിട്ട് നാരായണനാമം ജപിച്ചു. അതേ വിഷ്ണു പാഠകന്മാർ വീണ്ടും വരുന്നു. ഗംഗയിൽ കുളിച്ചപ്പോൾ അവൻ്റെ ഭൂതശരീരം അതിൽ ഒഴുകിപ്പോയി, ദിവ്യ ശരീരം പ്രാപിച്ചു. യമൻ തലകുണിച്ച് നിൽക്കുന്നു. യമൻ്റെ ശിരസിൽ കാളുവച്ച് വിമാനത്തിൽ കയറി ഭഗവാന്റെ പാദത്തിലെത്തി. പിന്നെ യമദൂതന്മാർക്ക് യമനോട് ചോദിക്കുന്നു, ഇങ്ങനെ അജാമിലൻ രക്ഷപ്പെടാൻ എന്താണ് കാരണം? അപ്പോൾ യമധർമ്മ രാജാവ് പറഞ്ഞു, ഇത് ഭാഗവത ധർമ്മം എന്നാണ് പേര്. ഞങ്ങൾ 12 പേർക്ക് മാത്രമേ ഇത് മനസ്സിലായിട്ടുള്ളൂ. സ്വയംഭൂർ നാരദ ശംഭു കുമാര കപിലോ മനുഹും ബ്രഹ്മാവ് ശിവൻ മുരുകൻ പിന്നെ 12 പേർ മാത്രമേ ഇതിൻ്റെ മഹിമ മനസ്സിലാക്കിയവർ. അതുകൊണ്ട് എവിടെ നാമജപം നടക്കുന്നുവോ ആ ഭാഗത്തേക്ക് പോവേണ്ട. ഇനി കേരള ഭാഗത്തിലേക്ക് ഗുരുവായൂരിൻ്റെ അടുത്ത് പോവേണ്ട. കാരണം എവിടെ നോക്കിയാലും അവിടെ നാമജപം എവിടെ നടക്കുമോ അതിൻ്റെ ചൈതന്യം ആ ചുറ്റും ഉണ്ടാവും. അതുകൊണ്ട് യമദൂതന്മാർ നാമജപം നടക്കുന്ന സ്ഥലത്ത് വരാറില്ലേ എന്നാണ് ഇവിടെ പറയുന്നു. പിന്നെ
ഭഗവാനക്ക് ഒരു തുളസി പോലും സമർപ്പിക്കാതെ ഒരു നമസ്കാരം പോലും ചെയ്യാത്ത ആൾക്കാർ ആരാണോ ജിഹ്വാനവക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ച നസ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതി യച്ചിരയേ കദാപി താനാണയധ്വമസതോ കൃതവിഷ്ണുകൃത്യാണ്. ഭഗവാന്റെ മുന്നിൽ ഒരു നമസ്കാരം ചെയ്യാതെ നാമം ജപിക്കാത്ത ആളുകൾ ഉണ്ടല്ലോ അവരെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു യമധർമ്മരാജാവ് ദൂതന്മാരോട്. ഈ അജാമില ഉപാഖ്യാനമാണ് അഗസ്ത്യനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചരിത്രം. കാരണം ഭഗവാൻ ഭക്തനെ രക്ഷിച്ച ചരിത്രമല്ലേ, ഭക്തനെ നേരിട്ട് രക്ഷിച്ചില്ലേ, അദ്ദേഹത്തിനെ ശുദ്ധനാക്കി രക്ഷിച്ച ചരിത്രം ഇപ്പോഴും പൊതുകിയ മലയാജലത്തിൽ ഇരുന്ന് ആസീനോ ഹരിം അർച്ചയന്ന് ഭഗവാനെ പൂജിച്ചുകൊണ്ട് ഈ അജാമില ഉപാഖ്യാനമാണ് കഥയാമാസ മളയേ. ഈ അജാമില ഉപാഖ്യാനമാണ് അവിടെ വരുന്ന ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നത്. ബലരാമരുടെ തീർത്ഥയാത്ര വർണ്ണിക്കുന്നുണ്ട് ദശമസ്കന്ധത്തിൽ. അപ്പോൾ അഗസ്ത്യനെ കാണാൻ പോയപ്പോൾ ബലരാമസ്വാമിക്കും അജാമില ഉപാഖ്യാനം ഉപദേശം കൊടുത്തു നമ്മുടെ അഗസ്ത്യൻ. കാരണം മധ്യഭാഗത്തിലാണ് അജാമില ഉപാഖ്യാനം, ഹൃദയസ്ഥാനത്തിലാണ്. 12 സ്കന്ധത്തിൽ 6ാമത്തെ സ്കന്ധത്തിലാണ്. കാരണം ഹൃദയസ്ഥാനം അജാന്താർത്ഥം നമുക്ക് കൈ കാല് ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും, ഹാർട്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഹാർട്ട് പോലെയാണ് ഈ അജാമില ഉപാഖ്യാനം, നാമമഹിമ പറയുന്ന ഉപാഖ്യാനം. ഈ അജാമില ഉപാഖ്യാനത്തോട് തത്കാലം നമുക്ക് നിർത്താം.